അയാളൊരു PR-ൻ്റെ ആൾരൂപമാണ്. അയാൾ സെൽഫ് PR-ൻ്റെ. അതുമാത്രമല്ല അയാൾ അരാഷ്ട്രീയതയുടെ ആൾരൂപവുമാണെന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയമായി ചില കാര്യങ്ങളെ വീക്ഷിക്കുന്നവർക്ക് എപ്പോഴും ഒരു അടിത്തറയുണ്ടാവും. ഇയാൾക്ക് എപ്പോഴും എല്ലാ ഘട്ടത്തിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്ത കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. താത്വിക അവലോകനം എന്നാണ് അതിൻ്റെ പേര്. സന്ദേശത്തിന് ശേഷം ഇത്രയധികം അപ്പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന മറ്റൊരു സിനിമ മലയാളത്തിലുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പുള്ളി ഒരു തിരക്കഥ അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ട് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു തിരക്കഥ എഴുതുന്നത് പോലെ ഉണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു തിരക്കഥ എഴുതുന്നത് പോലെ എവിടെ കയ്യടി വീഴും, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പ്രതിച്ഛായ ഒന്ന് ഉയർത്താം എന്ന നിലയിലാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ കരിയർ മുഴുവൻ എല്ലാ കാലത്തും ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് അറിയണമെങ്കിൽ അയാളുടെ ഫേസ്ബുക്കിലൂടെ ഒന്ന് നമ്മളിങ്ങനെ കണ്ണോടിച്ച് നോക്കിയാൽ മതി, ബാക്കി പ്രസ്താവനകളിൽ കണ്ണോടിച്ച് നോക്കിയാൽ മതി. പിന്നീടാണ് അദ്ദേഹം ഈ ആദ്യ സിനിമ അത് പാടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് അയാൾ ബിഗ് ബോസിലേക്കൊക്കെ വരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു അറ്റൻഷൻ അയാൾക്ക് ലഭിക്കുകയാണ്. സത്യത്തിൽ അയാൾ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി തന്നെയും കൂടിയായിരിക്കും സ്വാഭാവികമായും അയാൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ടാവുക. അവിടെ അയാൾ വിജയിയാവുന്നു. പിന്നീട് അയാൾ വലിയ തോതിൽ ഉദ്ഘാടക രംഗത്തേക്കൊക്കെ വരുന്നു. ഇത്ര പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ ചില ഉദ്ഘാടനത്തിന് വരികയുള്ളൂ എന്ന് പോലും പറയാൻ മാത്രം നിലയിലേക്ക് അയാൾ ആ രീതിയിലേക്ക് അതിനെ വളരുന്നു. പിന്നീട് നമ്മളാണ് രാഷ്ട്രീയ ചായ്വുകൾ കാണുന്നത്. ഒരു ഘട്ടം സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഈ പറയുന്ന പോലെ ടെലിവിഷൻ റിയാലിറ്റി ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം രാഷ്ട്രീയമാണല്ലോ. നമ്മളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെയല്ലേ ഈ രീതിയിൽ സമൂഹത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്ന നിലയിൽ രാഷ്ട്രീയത്തിലും ഒരു കൈപ്പറ്റുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് പിന്നീട് പുള്ളിയുടെ കാണുന്നത്. നമുക്ക് ഈ ഏറ്റവും സമീപകാല രാഷ്ട്രീയം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ പറ്റി നിരന്തരമായി പുകഴ്ത്തി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു കൊട്ടാരക്കരയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അഖിൽ മാരാറിനെ പരിഗണിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ വരുമ്പോൾ തന്നെ ചെന്നിത്തലയുമായി ഒരു ഊണ് കഴിക്കുന്ന ഒരു ഫോട്ടോ ഇടുന്നു. അതുമാത്രമല്ല ആര് മുഖ്യമന്ത്രിയായാലും ഞാനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ആയിരിക്കും അയാൾ എന്നുള്ളൊരു കോൺഫിഡൻസിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. രാഷ്ട്രീയമായി അത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ 2020 വരുന്നത്. അതിന് പിന്നിൽ നിൽക്കുന്ന NDA എന്ന വിശാല ആശയത്തെപ്പറ്റി വലിയ തോതിൽ വാചാലനാവുകയും ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഏറ്റവും ഉള്ളിൽ ആത്യന്തികമായി അയാൾക്കൊരു BJP ചായ്വ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഏറ്റവും റീസെൻ്റായിട്ട് കേരള സ്റ്റോറിയെ പറ്റിയൊന്നും ഒരു പോയിന്റ് പോലും പറയാൻ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും ഈ സമൂഹത്തിൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ അയാൾ തയ്യാറായിട്ട് കൂടിയില്ല. അപ്പോൾ അയാൾക്ക് ആ NDA എന്നുള്ള ആശയവും അങ്ങോട്ടേക്കുള്ള ഒരു പടി എന്ന നിലയ്ക്ക് മാത്രമാണ് 2020 കാണുന്നത്. ഈ കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ കോൺഗ്രസിനെ പിടിച്ചുകൊണ്ട് ഞാൻ എന്നാൽ മുന്നോട്ട് പോയേക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം BJP പാളയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഖ്യ എന്ന ചാപ്പ കിട്ടാൻ സ്വാഭാവികമായും പുള്ളി ഇടപെടുന്ന മാധ്യമത്തിൽ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ.